ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ കയ്യിൽ പുതിയ കോക്കർ സ്പാനിയൽ പപ്പീസ് അവൈലബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കോക്കർ സ്പാനിയൽ പപ്പീസ് വാങ്ങാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് അയക്കുക. ഈ കാണുന്നതാണ് പപ്പീസ്. മൊത്തം 8 കുട്ടികളുണ്ട്. 8 കോക്കർ സ്പാനിയൽ കുട്ടികളുണ്ട്. സ്ഥലം വരുന്നത് മലപ്പുറമാണ്. ഇത് ഫാമിലോ അങ്ങനെ ഉണ്ടായ ഡോഗ്സ് അല്ല. ഇത് വന്നിട്ട് പ്രോപ്പറായിട്ട് ഒരു വീട്ടിൽ 2 ഡോഗ് ഉണ്ടായിരുന്നതാണ്. അവരവരുടെ മക്കളെ പോലെ കുഞ്ഞുങ്ങളെ പോലെ നോക്കി വളർത്തിയ ഡോഗുകൾ പ്രസവിച്ചപ്പോൾ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ബാക്കിയുള്ളതിനെ കൊടുക്കണം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിട്ട്, സാധാരണ കോക്കർ സ്പാനിയൽ പപ്പീസ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷേ ഇത് വളരെ അഫോർഡബിൾ റേറ്റിൽ, വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇതിപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരും. ഈ കാണുന്നതാണ് ഫാദർ, ഈ കാണുന്നതാണ് മദർ, ഈ കാണുന്നതാണ് പപ്പീസ്. ഇത് കേരളത്തിൽ എവിടെയും നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നതാണ്. ഡെലിവറിക്ക് എക്സ്ട്രാ വളരെ മിനിമം ചാർജ് എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ ഒരു മിനിമം ചാർജ് കൊടുക്കേണ്ടി വരും. ഇത് ടോയ് ബ്രീഡാണ്, അതായത് വീട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വളരെ കമ്പാനിയനായിട്ട് വളർത്താൻ പറ്റിയ ടോയ് ബ്രീഡാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പപ്പീസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അറിയിക്കാം. ഓക്കെ, ഇനി എന്താണ് കോക്കർ സ്പാനിയൽ പപ്പീസ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കോക്കർ സ്പാനിയൽ പപ്പീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇത് കംപ്ലീറ്റ്ലി ഫാമിലി ടൈപ്പ് ഡോഗാണ്. ഒരു ഫാമിലിയിൽ ഒരു അംഗത്തെ പോലെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് നമ്മുടെ ഒരു കുട്ടിനെ വളർത്തുന്നത് പോലെ വളർത്താൻ പറ്റുന്ന അത്രയ്ക്കും ക്യൂട്ടായിട്ടുള്ള, അല്ലെങ്കിൽ അത്രത്തോളം അറ്റാച്ച്മെൻറ്റ് ആവശ്യമുള്ള ഒരു ഡോഗാണ് കോക്കർ സ്പാനിയൽ. ഫാമിലിയോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മൾ ഇവരെ ഡിസ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെ പരിഗണിക്കാതിരുന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നല്ലപോലെ വിഷമവും, നമ്മൾ മനുഷ്യന്മാർക്ക് വിഷമാകുന്നത് പോലെ അവരും ഭയങ്കര സെൻസിറ്റീവാണ്. സോ അറ്റൻഷൻ അവർക്ക് എപ്പോഴും ആവശ്യമാണ്. സെക്കൻഡ് വൺ, ഇവർ ഹൈലി ട്രെയിനബിൾ ഡോഗ്സ് ആണ്. പൊതുവേ എല്ലാവരും പറയും ടോയ് ബ്രീഡുകളെ ട്രെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ഇവരുടെ കേസ് അങ്ങനെയല്ല. ഇവരെ നമുക്ക് ഈസി ആയിട്ട് ട്രെയിൻ ചെയ്യാൻ കഴിയും. ഹൈലി ട്രെയിനബിൾ ഡോഗ്സ് ആണ് കോക്കർ സ്പാനിയൽ. ദെൻ ഇവർ സോഷ്യബിൾ ആൻഡ് അഡാപ്റ്റീവ് ഡോഗ്സ് ആണ്. മനുഷ്യന്മാരോട് മാത്രമല്ല, മറ്റുള്ള ഡോഗുകളുമായിട്ട് ഈസി ആയിട്ട് ഇവർ അഡാപ്റ്റ് ചെയ്യും. സാധാരണ മറ്റുള്ള ഡോഗുകൾ ഒത്തുപോരില്ല. പക്ഷേ ഇവർ മറ്റുള്ള ഡോഗുകളായിട്ടും അത്ര അഗ്രസീവ്നെസ് പൊതുവെ ഇവർ കാണിക്കാറില്ല. ദെൻ ഇവർക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളുടെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കുട്ടികളെ ഏൽപ്പിക്കാം. ദെൻ വേറെ വലിയൊരു പ്രോസ് എന്ന് പറയുന്നത് ഇവർ മൾട്ടിപ്പിൾ കളർ ചോയ്സിൽ നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഒരു കളർ മാത്രമല്ല, മൾട്ടിപ്പിൾ ഇഷ്ടംപോലെ കളേഴ്സ് ഇവരിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറുകൾ നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതും ഇതിൻ്റെ വലിയൊരു പ്രോസാണ്. ദെൻ ഇവരുടെ സിൽക്കി കോട്ടായതുകൊണ്ട് ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഗ്രൂം ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ഗ്രൂം ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് രോഗം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവർക്ക് കാണാൻ നല്ല ഭംഗിയുള്ള സിൽക്കി കോട്ടാണ് അവരുടെ രോമം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവരുടെ ഹൈലൈറ്റും ഭംഗിയും. പക്ഷേ അത് പ്രോപ്പറായിട്ട് നമ്മൾ ട്രിം ചെയ്യണം, ഗ്രൂം ചെയ്യണം. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമ്മുടെ കേരളത്തിൽ ആർക്കെങ്കിലും കോക്കർ സ്പാനിയൽ പപ്പീസ് ആവശ്യക്കാർ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, കാണാം. ഡയറക്റ്റായിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫാദറിനെയും മദറിനെയും കാണാൻ പറ്റും. കേരളത്തിൽ എവിടെയും ഡെലിവറി അവൈലബിൾ ആണ്. വേണ്ടവർ ബന്ധപ്പെടുക.